ഒരു നിമിഷം ദൈവസന്നിധിയിൽ തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല രാത്രി സമയത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എക്യൂനമിക്കൽ കൺവെൻഷൻ്റെ ഭാഗമായുള്ള രണ്ടാമത്തെ കൂട്ടായ്മയിൽ നിൻ്റെ സന്നിധിയിൽ അടിയങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. അവിടുത്തെ അഭിഷിക്തന്മാരുടെ വലിയ മധ്യസ്ഥത ഞങ്ങളോട് കൂടെയുള്ളതിനായി അടിയങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഈ രാത്രി നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഈ രാത്രി ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. നിൻ്റെ വചനമയച്ച രോഗസൗഖ്യവും, വചനമയച്ച ഹൃദയങ്ങൾക്ക് ആശ്വാസവും, വചനമയച്ച പാപ ബന്ധനങ്ങളിൽ വിടുതലും നൽകണമേ. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ ദൈവമേ, ഈ രാത്രി അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയണമേ. എഴയും മഹാപാപിയുമായ അടിയനെ നിൻ്റെ പൊന്നുകരത്തിൽ സമർപ്പിക്കുന്നു. നിൻ്റെ വചനം എടുക്കാൻ പോലും അടിയനൊരു യോഗ്യതയില്ല കർത്താവേ. എങ്കിലും എന്നെ നിൻ്റെ ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണം. നീ തന്നെ നിൻ്റെ ജനത്തോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ നാഗ്പൂർ സെൻറ്റ് ജോർജ് യാക്കോബായ പള്ളിയുടെ വികാരി, അതേപോലെ തന്നെ ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസച്ചൻ, സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ജോജി അച്ചൻ, മാർത്തോമ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ചൻ, മലങ്കര കത്തോലിക്ക പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട റോണി അച്ചൻ, വിവിധ ഇടവകയിൽ നിന്ന് ദൈവവചനത്തോട് ചേർന്ന് കടന്നു വന്ന ദൈവ മക്കളെ, ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാവപ്പെട്ട എൻ്റെ നാവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് വിളമ്പിത്തരുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. എൻ്റെ പണി മൈക്കിൻ്റെ പണിയാണ്. മൈക്കിനൊരു പണിയേ ഉള്ളൂ, ഉറക്കെ പറയുക എന്നുള്ളത്. ദൈവം എന്തെങ്കിലും തന്നാൽ നിങ്ങളോട് ഉറക്കെ പറയണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നാഗ്പൂരുമായിട്ട് എനിക്ക് വലിയ ആത്മബന്ധമുള്ള ഇടവകയാണ്. 2002 വർഷം, ആ 2 വർഷവും ഈ പരിശുദ്ധ ദേവാലയത്തിൽ ദൈവിക ശുശ്രൂഷ നിർവഹിപ്പാൻ സ്വർഗസ്ഥനായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഇടയാക്കി. അതേപോലെ തന്നെ ആ സമയത്ത് ഞാനിവിടെ തിരുപ്പുഴ കോളേജിൽ MSW പഠിക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വന്നത് എന്ത് പറഞ്ഞാൽ നമ്മുടെ മാണിയങ്കളുടെ മകൻ സോണിയുടെ വിവാഹത്തിനാണ്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഞാനിപ്പോൾ അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അഹമ്മദാബാദ് പള്ളിയിൽ ശുശ്രൂഷ നിർവഹിക്കുന്നു. എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എനിക്ക് 2 മക്കളാണുള്ളത്, ഹന്നയും ഫേബയും. അവർ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. ഹന്നയെ പോലെ കുസൃതിയായ ഒരു ചെറുക്കൻ, യുവാൻ എന്നാണ് അവൻ്റെ പേര്, അവന് ഹന്നയ്ക്കുണ്ട്. ഹന്ന ഇവിടെ ബറോഡയിലാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, മാർത്തോമ സഭയിലേക്കാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ആൾ പാലക്കാട് കല്ലടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവൾ 2 പേരും അവർ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഫേബയുടെ വിവാഹം. അവളെ കെട്ടിച്ചിരിക്കുന്ന ഓർത്തഡോക്സ് സഭയിലേക്കാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു എക്യുമെനിക്കലായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു വലിയ സന്തോഷത്തിലാണ് കുടുംബം പോകുന്നത്. ഷിബി ഇപ്പോൾ അഹമ്മദാബാദിലുണ്ട്, സുഖമായിരിക്കണം. അങ്ങനെ പോകണം കുടുംബജീവിതം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഈ രാത്രി അല്പസമയം നമുക്ക് ഒരുമിച്ച്
ദൈവവചനത്തോട് ചേർന്നിരിക്കും. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തപോലെ കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് ദൈവവചനത്തിൽ കേൾപ്പാൻ ദൈവം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 119 സങ്കീർത്തനം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ സങ്കീർത്തനം വായിക്കണ സങ്കീർത്തനത്തിനോട് സ്നേഹം ഉണ്ടായിട്ടാണോ? അല്ല, പെട്ടെന്ന് തീരും, പെട്ടെന്ന് കഞ്ഞി കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ സങ്കീർത്തനം വായിക്കണേ. എന്നാൽ നമുക്ക് ഒട്ടും വായിക്കാൻ താല്പര്യമില്ലാത്തൊരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. എന്തുകൊണ്ടാ? വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. പിന്നെ നമ്മൾ ഏതെങ്കിലും മരിച്ച വീട്ടിൽ ചെന്നാൽ മരിച്ചു കിടക്കണ ആൾക്ക് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരുപക്ഷെ 119 സങ്കീർത്തനം വായിച്ചെന്നിരിക്കും. ഇന്ന് നമുക്ക് സമയമുണ്ടെങ്കിലും മരിച്ചു കിടക്കണ ആൾക്ക് സമയമില്ല. ഇന്ന് ഞാൻ എൻ്റെ അഹമ്മദാബാദ് ഇടവകയിലെ ഒരു പയ്യൻ്റെ കൊച്ചപ്പൻ മരിച്ചുപോയി. അപ്പോൾ അവൻ നാട്ടിലേക്ക് പോയി. അവൻ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ചു, അച്ഛാ അടുത്ത ആഴ്ചയാണ് അടക്കണേന്നാണ് പറഞ്ഞു. കാരണം മക്കളൊക്കെ പുറത്തായതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ ഉടനെ ഈ സാധനത്തെ ശീതീകരിച്ച മുറിയിലേക്ക് മാറ്റും. പിന്നെ എപ്പോഴാണോ പുറത്തിറക്കണേ ഉടയതും വരാനറിയാം. എന്നാൽ ദൈവമക്കളെ, അനേക മർമ്മങ്ങൾ അടങ്ങിയ ഒരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. അതിൽ വിശ്വാസികളുടെ കണ്ണുകൾക്ക് ചില പ്രത്യേകതകളുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഈ രാത്രി നമ്മൾ അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുന്നത് എന്താണ് കണ്ണുകളുടെ പ്രത്യേകത എന്നുള്ളതാണ്. എൻ്റെ വീട് കോതമംഗലത്തിനടുത്ത് ചേലാടാണെന്ന് അച്ഛൻ പറഞ്ഞില്ല. ഞാൻ കോതമംഗലത്ത് ചെറിയ പള്ളിയിലും വലിയ പള്ളിയിലും ശുശ്രൂഷിച്ചിട്ടുണ്ട്. വലിയ പള്ളി ശുശ്രൂഷിക്കുമ്പോൾ താഴത്തെ പള്ളിയിൽ 5 സൺഡേ സ്കൂളാണുള്ളത്. ചെറിയ പള്ളിയിൽ ഈ ഡിസംബർ മാസത്തിനോട് ചേർന്ന് ഈ 10ാം ക്ലാസ്സിലെ കുട്ടികളെ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന 5 സൺഡേ സ്കൂളിലും കുട്ടികളെ വിളിച്ചിട്ട് സോഷ്യൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കലും ഫോട്ടോ കൊടുക്കലും ക്ലാസ് എടുക്കലും ഒക്കെ. ഞാൻ വലിയ പള്ളി ശുശ്രൂഷിക്കുമ്പോൾ താഴത്തെ പള്ളിയിൽ ഇവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഞാനാണ് ചെന്നത്. ഞാൻ ഇവരോട് എന്തിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ പ്രായമേധഭേദമന്യേ ഇന്ന് എല്ലാവരും ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു സാധന ടീഷർട്ട്. എൻ്റെ മുമ്പിലിരുന്ന ഒരു പയ്യൻ്റെ ടീഷർട്ടിൽ ഒരു വാക്യമുണ്ടായിരുന്നു, ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ എന്ന്. കണ്ണുകളിലാണ് സൗന്ദര്യം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രായഭേദമെന്നെ സ്ത്രീകളൊക്കെ പിരികൊക്കെ പ്ലക്ക് ചെയ്ത് സുന്ദരികളായി നടക്കുന്നത് എനിക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന വിശ്വാസികളുടെ കണ്ണുകൾക്ക് ചില പ്രത്യേകതകളുണ്ടെന്നാണ്. നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത് എന്താണ് നമ്മുടെ കണ്ണുകളുടെ പ്രത്യേകത എന്നുള്ളതാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളുടെ ഒന്നാമത്തെ പ്രത്യേകത പറയുന്നുണ്ട്. വായിക്കാവോ? 119 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഈ പ്രാർത്ഥന നമുക്ക് വളരെ പരിചിതമായ പ്രാർത്ഥനയാണ്. ഇതപ്പോൾ പ്രാർത്ഥിക്കണതാ? പ്രാർത്ഥന വന്നില്ലായിരിക്കോ? ഇതെപ്പോൾ പ്രാർത്ഥിക്കണ പ്രാർത്ഥനയാണെന്നറിയാമോ? വേദപുസ്തകം വായിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട് പിതാക്കന്മാരുടെ ക്രമീകരണം അനുസരിച്ച്. മാർത്തോമയിലോ അല്ലെങ്കിൽ മലങ്കരയിലോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഓർത്തഡോക്സ് ചർച്ചിലുണ്ട് അല്ലേ? ദൈവമേ നിന്റെ, ബാക്കി പറ, വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഈ പ്രാർത്ഥന നമുക്ക് പരിചിതമായ പ്രാർത്ഥനയാണ്. 118 സങ്കീർത്തനത്തിൻ്റെ 19 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്നാണെങ്കിൽ പിതാക്കന്മാരത് പ്രാർത്ഥനയുടെ ഭാഗമായി ചേർത്തെഴുതിയപ്പോൾ ഒരു വാക്കുകൂടി ആഡ് ചെയ്തു, ദൈവമേ നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ നീ തുറക്കണം. ഈ വേദപുസ്തകം മുഴുവനും അത്ഭുതങ്ങളാണ്.
ഈ വേദപുസ്തകം മുഴുവനും അനുഗ്രഹങ്ങളാണ്. ഈ വേദപുസ്തകത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. അബ്രാഹാമിന്റെ ഭാര്യ സാറയുടെ ദാസിയായിരുന്നു ഹാഗാർ. അബ്രാഹാമിനും ഭാര്യ സാറായ്ക്കും വാർദ്ധക്യത്തിൽ മക്കളില്ലാതിരുന്നപ്പോ സാറായി പറഞ്ഞു, നിങ്ങൾ എൻ്റെ ദാസിയായ ഹാഗാറിനെ പരിഗ്രഹിക്കണം, അങ്ങനെ നമുക്കൊരു മകനുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. സാറായുടെ നിർദ്ദേശപ്രകാരം അബ്രാഹാം ഹാഗാറിനെ പരിഗ്രഹിച്ചു. ഒരു മകനുണ്ടായി, ഇസ്മയേൽ. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം അബ്രാഹാമിന് ഭാര്യ സാറായ്ക്ക് ഒരു സന്തതി ജനിച്ചു, ഇസഹാക്ക്. 2 പ്രജകൾ ഒരു കുടുംബത്തിൽ വളരുന്നു പന്തിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഹാഗാറിനെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കണമെന്ന് അബ്രാഹാമിനോട് സാറായി പറഞ്ഞു. സാറായുടെ നിർദ്ദേശപ്രകാരം ഒരു തുരുത്തി വെള്ളവും കുറെ അപ്പക്കഷ്ണങ്ങളും എടുത്തുകൊണ്ട് ഹാഗാറിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അബ്രാഹാം മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയുടെ വിജനപ്രദേശത്ത് ഹാഗാറിനെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് അബ്രാഹാം മടങ്ങിപ്പോന്നു. 2-3 ദിനങ്ങൾ കൊണ്ട് തുരുത്തിയിലെ വെള്ളം തീർന്നു, അപ്പക്കഷ്ണങ്ങൾ തീർന്നു. കുഞ്ഞ് വാവിട്ട് നിലവിളിച്ചു തുടങ്ങി. ഹാഗാറിന് ഒരു കാര്യം മനസ്സിലായി, താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞ് തൻ്റെ മുമ്പിൽ വെച്ച് പിടഞ്ഞു മരിക്കുമെന്ന്. ഇത് കാണാൻ ആഗ്രഹമില്ലാതിരുന്ന ഹാഗാർ കുഞ്ഞിനെ ഒരിടത്ത് കിടത്തി ഒരമ്പിൻപാട് ദൂരെ മാറിയിരുന്ന് നിലവിളിക്കുകയാണ്. ഹാഗാർ അങ്ങനെ നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിന് പ്രത്യക്ഷപ്പെട്ടു. ഹാഗാറിനോട് പറഞ്ഞു, ഹാഗാറേ, കുഞ്ഞിന്റെ കരച്ചിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. ദൈവം അവളുടെ കണ്ണുകളെ തുറന്നു. അവൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഹാഗാറിനും കുഞ്ഞിനും മരുഭൂമിയിൽ നീരുറവിയെ തുറന്നിരിക്കുന്നത് ഹാഗാർ തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. അതുകൊണ്ട് ഈ രാത്രി ദൈവവചനത്തെ ചേർന്നിരിക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ തുറക്കണം, ഈ വേദപുസ്തകത്തിൽ വ്യക്തമാക്കുന്ന അത്ഭുതങ്ങളെ കാണുവാനായിട്ട്. ബെർശേബ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. വളരെ ആരോഗ്യമുള്ള വ്യക്തി. പക്ഷേ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ വലിയ ഭാരം, എന്തോ വലിയ വേദനയും മനുഷ്യനെ കാർന്നു തിന്നുകയാണ്. ഈ ഭാരത്തിന്റെ വേദനയുടെ മധ്യത്തിൽ അവൻ ദൈവത്തോട് നിലവിളിച്ചു, ഇപ്പോൾ മതി യഹോവേ, എനിക്ക് ജീവിച്ചത് മടുത്തു, നീ എൻ്റെ പ്രാണനെ എടുക്കണം, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് നിലവിളിക്കുകയാണ്. ആരാണവൻ? എലിയാവ് പ്രവാചകൻ. ദൈവത്തിനു വേണ്ടി ധീരതയോടെ നിന്നവൻ. ഞാൻ പറഞ്ഞല്ലാതെ ദേശത്ത് മഞ്ഞു മഴയും ഉണ്ടാവുകയില്ലെന്ന് ദുഷ്ടനായ ആഹാബ് രാജാവിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞവൻ. ആരിത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ എന്ന ആഹാബ് രാജാവിന്റെ ചോദ്യത്തിനു മുമ്പിൽ ഞാനല്ല, നീയും നിന്റെ പിതൃഭവനും അത്രേ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നെന്ന് പറഞ്ഞ എലിയാവ് പ്രവാചകൻ 850 ബാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ യഹോവ തന്നെ സത്യ ദൈവം എന്ന് തെളിയിപ്പാൻ കർമ്മേലിൽ ഏകനായി നിന്ന് ബലി നടത്തിയ ഏലിയാ പ്രവാചകൻ ഇതാ ബെർശേബ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിലേക്ക് മാറ്റപ്പെട്ട് നിലവിളിച്ചു, ഇപ്പോൾ മതി യഹോവേ, എനിക്ക് ജീവിച്ചത് മടുത്തു, നീ എൻ്റെ പ്രാണനെ എടുക്കണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് നിലവിളിക്കുകയാണ്. എലിയാവിന്റെ അടുക്കലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. എലിയാവിനോട് ചോദിക്കാം, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രവാചക, നീ എന്തിനാ ബെർശേബ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിൽ മാറ്റപ്പെട്ട് നിലവിളിക്കുന്നത്? അപ്പോൾ എലിയാവ് നമ്മോട് പറയും, ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി ഒത്തിരി ഓടിയതാ, ഞാൻ പറഞ്ഞല്ലാതെ ദേശത്ത് മഞ്ഞുമഴയുണ്ടാവില്ലെന്ന് ദുഷ്ടനായ ആഹാബ് രാജാന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞതാ. 850 ബാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ യഹോവ തന്നെ സത്യ ദൈവം എന്ന് വിളിപ്പാൻ കർമ്മേലിൽ ഞാൻ ഏകനായി നിന്ന് ബലി നടത്തിയതാ. എന്നാൽ ഞാനിപ്പോൾ ഒരു കാര്യം മാത്രമേ ദൈവത്തോട് ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ ജീവിതത്തിന്റെ വലിയ വേദന കടന്നു വന്നിരിക്കുന്നു.
ഞാൻ കൊന്ന 850 പ്രവാചകന്മാരിൽ ഒരുത്തന്റെ ജീവനെ പോലെ എൻ്റെ ജീവനെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതിന് തക്കവണ്ണം എന്നോട് പകരം ചെയ്യുമാറാകട്ടെ എന്ന് ഇസബേൽ രാജ്ഞിയുടെ ഒരു ഭീഷണി കത്ത് കിട്ടിയേക്കുവാ. അതുകൊണ്ട് ഏലിയാവ് നമ്മോട് പറയും, അതുകൊണ്ട് ഈ ബേർശേബ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിൽ കടന്ന് മാറ്റപ്പെട്ട് നിലവിളിക്കാൻ ഞാൻ മരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇസബേൽ രാജ്ഞിയുടെ ഭീഷണി കത്ത് കിട്ടിയിട്ട് ഞാൻ ചുറ്റും നോക്കുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല. എൻ്റെ കൂടെ ഒത്തിരി പ്രവാചകന്മാർ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചുറ്റും നോക്കുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എല്ലാവരും എന്നെ വെറുത്തു, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. ആത്മഹത്യ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അവൻ തന്ന ജീവന് അവനില്ലാതെ മറ്റാർക്കും മടക്കിയെടുക്കാൻ അധികാരമില്ലെന്നുള്ള ചിന്തയോടെ ഞാൻ ഈ ബേർശേബ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുകയാണെന്ന് ഏലിയാവ് നമ്മോട് പറയും. ഏലിയാവിനോട് നമുക്ക് ചോദിക്കാം, ഈ ദൈവത്തെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ നിനക്ക് പരിചയമുണ്ടോ? അവൻ പറയും, ആ ദൈവത്തെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ഞാൻ പറഞ്ഞല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ലെന്ന് ദുഷ്ടനായ ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോയത് കെരീത്ത് തോടിനരികിലേക്കാ. ദേശം മുഴുവൻ ക്ഷാമത്തിലായിരുന്നപ്പോ എനിക്ക് കാക്ക അപ്പം ഇറച്ചിയും കൊണ്ടുത്തുന്നു. കെരീത്തോടുള്ള വെള്ളം കുടിച്ച് ഞാൻ അവിടെ ജീവിച്ചു. ക്ഷാമം മൂത്തു, കെരീത്തോടുള്ള വെള്ളം പറ്റി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സാറാബാത്തിലേക്ക് നയിച്ചു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു വിധവ വെറുകു പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവളോട് അല്പം വെള്ളം കുടിക്കാൻ ചോദിച്ചു. വെള്ളമെടുക്കാൻ പോയപ്പോ ഞാൻ അവളോട് പറഞ്ഞു, എനിക്കൊരു അട കൂടി തരണം. അവൾ തിരിച്ചു നിന്ന് പറഞ്ഞു, ആകെ ഒരട ചൂടാനുള്ള മാവ് കലത്തിലുണ്ട്, അതുണ്ടാക്കാനുള്ള എണ്ണ ഭരണിയിലുണ്ട്, അതുണ്ടാക്കി കഴിച്ച് ഞാനും എൻ്റെ മകനും മരിപ്പാൻ ഇച്ഛിക്കുന്നു എന്ന് അവൾ എന്നോട് പറഞ്ഞു. ദൈവാത്മാവ് എൻ്റെ മേൽ വന്നു. ഞാൻ അവളോട് പറഞ്ഞു, അടയുണ്ടാക്കി എനിക്ക് തരാനായിട്ട് പറഞ്ഞു. അടയുണ്ടാക്കി അവൾ എനിക്ക് തന്നു. ക്ഷാമം തീരുന്നവരെയും കലത്തിലെ മാവ് തീർന്നില്ല, ഭരണിയിലെ എണ്ണ തീർന്നില്ല. അവിടെയും എൻ്റെ ദൈവം എന്നെ കരുതിയതാണെന്ന് ഏലിയാവ് പറഞ്ഞു. അവൻ പറഞ്ഞു, അപ്പോൾ ഈ നമുക്ക് വീണ്ടും അവനോട് ചോദിക്കാം, ഇത്രത്തോളം കരുതുന്ന, സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന ഈ ദൈവമുണ്ടായിട്ട് നീ എന്തിനാ മരിക്കാൻ ഇച്ഛിക്കുന്നത്? അനുഗ്രഹിക്കപ്പെട്ടവളെ, അവൻ പറയും, എൻ്റെ കൂടെ ആരുമില്ല, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എല്ലാവരും എന്നെ വെറുത്തു, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. ചുറ്റും നോക്കുമ്പോൾ ഇസബേൽ രാജ്ഞിയുടെ ഭീഷണിയല്ലാതെ എൻ്റെ വഴി മുമ്പോട്ട് നയിക്കപ്പെടുവാൻ എൻ്റെ കൂടെ ആരുമില്ല. ദൈവപൈതലേ, നാം കാണുന്നു, ദൈവം അവൻ്റെ കണ്ണുകളെ തുറന്നു. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ 7000 കാലാൾപ്പടയെ സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി ഒരുക്കിയത് ഏലിയാവ് തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ നീ തുറക്കണം. ആരുമില്ല നിന്റെ കൂടെ, ആരും നിന്നെ സഹായിക്കാനില്ല, ആരും നിന്നെ ശക്തീകരിക്കാനില്ല, ആരും നിന്നെ വഴി നടത്താനില്ല. നിന്റെ ജീവിതത്തിന്റെ പ്രയാണത്തിൽ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയോടെ ജീവിതത്തെ ഒരുക്കുമ്പോൾ നിനക്ക് വേണ്ടി ജീവിതത്തിന്റെ അവസാനം വരെയും നിന്നെ കാത്ത് പരീക്ഷിക്കുന്ന ഇസ്രായേലിലെ കാവൽക്കാരൻ, ഉറക്കം തൂങ്ങാത്ത, ഉറങ്ങാത്ത യഹോവയായ കാവൽക്കാരൻ നിനക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് വചനം പറഞ്ഞു, ദൈവവൈതലേ, ഈ അത്ഭുതങ്ങളെ കാണാൻ നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ നീ തുറക്കണം. പാട്ടുകാരൻ പാടി, എത്ര നല്ലവൻ മതി, എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്താവൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ഫുട് പ്രിന്റ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഭക്തനായ മനുഷ്യനെ കുറിച്ച് ആർട്ടിക്കിൾ പറയുകയാണ്. അവനിങ്ങനെ മണലാരണ്യത്തിലൂടെ നടക്കുമ്പോൾ 4 കാൽപാദങ്ങൾക്കുണ്ട്.
അവൻ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ ദൈവമേ, എന്താ 4 കാൽപാദങ്ങൾ കാണുന്നു? ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ നടക്കുകയാണ്. അവനൊത്തിരി സന്തോഷമായി, എൻ്റെ ദൈവം എൻ്റെ കൂടെ നടക്കുന്നല്ലോ. വീണ്ടും ചില പ്രതിസന്ധികളുണ്ടായി, ഭാരങ്ങളുണ്ടായി. അവൻ വീണ്ടും മണലാരണ്യത്തിലൂടെ നടക്കുമ്പോൾ 2 കാൽപാദങ്ങൾ മാത്രമാ കണ്ടത്. അവൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് സന്തോഷമായിരുന്നപ്പോ നീ എൻ്റെ കൂടെ നടന്നു, ഈ ഭാരവും വേദനയും വന്നപ്പോ നീ എന്നെ എന്തുകൊണ്ടാ ഉപേക്ഷിച്ചു പോയത് എന്ന് ചോദിച്ചു. ആർട്ടിക്കിൾ പറയുന്നു, ഭാരവും വേദനയും വന്നപ്പോ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോയത് കൊണ്ടല്ല നീ 2 കാൽപാദങ്ങൾ കണ്ടത്. ഈ ഭാരവും വേദനയും വന്നപ്പോൾ അത് നിന്റെ മേലേശാതിരിപ്പാൻ ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ വഹിച്ചിരുന്നത് കൊണ്ടാ 2 കാൽപാദങ്ങൾ കാണാനിടയായത്. അതുകൊണ്ട് ദൈവപൈതലേ, നിന്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ നീ തുറക്കണം. നിന്നെ ശക്തീകരിക്കുന്നവൻ, നിന്നെ സഹായിക്കുന്നവൻ, നിന്നെ പരിപാലിക്കുന്നവൻ, കാശിന് 2 കുരുകിലിനെ വിൽക്കുന്നല്ലോ, അവയിൽ ഒന്നിനെ പോലും ഞാൻ മറന്നുകളയില്ലെന്ന് വിളിച്ചതവൻ, ഞാൻ അറിയാതെ നിന്റെ തലയിലെ തലമുടി പോലും താഴെ വീഴുകില്ലെന്ന് വിളിച്ചതവൻ, ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവനും എൻ്റെ അടുക്കൽ വരട്ടെ, ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് ഞാൻ അവനെ കുടിപ്പിക്കാമെന്ന് വിളിച്ചതവൻ, പറ്റതല്ല തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് വിളിച്ചതവൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ചെയ്ത ആ കർത്താവിങ്കിലേക്ക് നമ്മെ സമർപ്പിക്കാനിടയാകട്ടെ. അതുകൊണ്ട് ദൈവവൈതലേ, 1ാമത്തെ ഭാഗം അച്ഛനോടെ നിർത്തുന്നു. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങളെ കാണാൻ. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനവുമായി ഒരു ആത്മബന്ധം നമുക്കുണ്ടാകണം. ഈ ദൈവത്തിന്റെ വചനം വായിക്കണം, ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. തെന്നിനേക്കാളും തെൻകട്ടിയേക്കാളും മാധുര്യമുള്ള ഈ ദൈവത്തിന്റെ വചനവുമായി നമുക്കൊരു ആത്മബന്ധം ഉണ്ടാകണം. ബൈബിള് വായിക്കുമ്പോ, ഒരധ്യായം വായിക്കുമ്പോൾ എല്ലാ വാക്യങ്ങളൊന്നും ഒരേ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യില്ല. നമ്മുടെ മനസ്സിൽ പതിയുന്ന വാക്യങ്ങൾ എഴുതി വെക്കണം. അത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്, വലിയൊരു അനുഗ്രഹമാണ്. അതിലൂടെ ദൈവശബ്ദത്തിന് നമ്മെ തന്നെ സമർപ്പിക്കണം. വായിക്കാം, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം തന്റെ മക്കൾക്ക് കൊടുത്ത വലിയൊരു കൽപ്പനയാണത്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ആലേഖനം ചെയ്യപ്പെടാൻ തക്കവണ്ണം ജീവിതത്തെ ഒരുക്കണമെന്ന് ആവർത്തനം 6:6 ദൈവാത്മാവ് പറയുന്നു. വായിച്ചേ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീട്ടിന്റെ കട്ടിളമേലും പടിവാതിലുകളിലും എഴുതണം. അവയെ നിന്റെ വീടിന്റെ കട്ടിലകളിൽ മേലും പടിവാതിൽ മേലും എഴുതണം. നിന്റെ ദൈവമായ മതി. എന്തിനാ ദൈവത്തിന്റെ വചനം ഇങ്ങനെ എഴുതണേ? ടീച്ചേഴ്സ് എല്ലാം കുട്ടികളോട് പറയും, ഇക്വേഷൻസ് ഒക്കെ ഒരു ചാർട്ടിനകത്ത് എഴുതി ഭിത്തി തൂക്കിയിടാനായിട്ട് പറയും, അല്ലേ? അതെന്തിനാ അങ്ങനെ തൂക്കിയിടണേ? പല പ്രാവശ്യം നമ്മളത് കാണുമ്പോൾ നമ്മുടെ സെൻസറിയിൽ നിന്ന്, ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിൽ കയറി കിടക്കും. അപ്പോൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ഇക്വേഷൻസ് പറയത്തക്ക രീതിയിൽ അത് നമ്മൾ ഹൃദയസ്ഥമാക്കും. അതുപോലെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, അത് നിന്റെ കട്ടിലകളിൽ മേലും പടിവാതിൽ മേലും എഴുതണം. എന്തിനാ? ദൈവത്തിന്റെ, അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വാക്യങ്ങൾ ഒരു ഡയറി എടുത്ത് എഴുതി വെക്കണം. അത് പല പ്രാവശ്യം ഉരുവിടണം. കാരണം ദൈവത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും, ബാക്കിയെന്നാ ഉറക്കെ പറഞ്ഞേ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ്. കാരണം ഈ ദൈവത്തിന്റെ വചനം മുഴുവനും വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനങ്ങളിലൊക്കെയും വിശ്വസിക്കുന്ന ദൈവമക്കളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്.
അതുകൊണ്ട് ദൈവമക്കളെ, വേദപുസ്തകം വായിക്കുക മാത്രമല്ല, വായിക്കുമ്പോൾ ദൈവാത്മാവ് നമുക്ക് തരുന്ന വചനങ്ങൾ, ചില ആളുകൾക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്, ഈ വേദപുസ്തകം എഴുതിയെടുത്ത പിന്നെ അത് മുഴുവൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ആശയമല്ല പിറ്റേ വായിക്കുമ്പോൾ, പിന്നെ അടുത്ത ലൈൻ നോക്കും, വേദപുസ്തകം നോക്കുമ്പോൾ ആ പേജ് മുഴുവനും വരച്ചു കുറിച്ച് വെച്ചേക്കുമായിരിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? നമ്മളൊരു ഡയറിയിൽ കുറിച്ചു വെക്കണം. നമ്മുടെ മനസ്സിൽ ഹൃദയസ്ഥമാകുന്ന, നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന വാക്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിലല്ല, മറിച്ചൊരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ, ഒരു ഡയറിയിൽ കുറിച്ചു വെക്കണം. അതിങ്ങനെ പല പ്രാവശ്യം വായിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ അത് ആലേഖനം ചെയ്യപ്പെടും. യേശു പറഞ്ഞു, തിരുവഴുത്തുകൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. വേദപുസ്തകം അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോണേ. കാരണം ജീവിതത്തിന്റെ അനുദിനമായ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കൂടെയിരിക്കുന്ന, ശക്തീകരിക്കുന്ന, അനുഗ്രഹിക്കുന്ന, വഴി നടത്തുന്ന ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ ഇത് വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ തെറ്റിപ്പോകുക. അതുകൊണ്ട് മടങ്ങി വരാം. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളുടെ ഒന്നാമത്തെ പ്രത്യേകത, തുറക്കപ്പെടണം ദൈവത്തിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ. വായിക്കാം 119-ാം സങ്കീർത്തനത്തിന്റെ 37-ാമത്തെ വാക്യം. രണ്ടാമത്തെ പ്രത്യേകതയാണ്, വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിക്കണമെന്ന്, നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമെന്ന്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, എന്താണ് വ്യാജത്തെ നോക്കാത്ത കണ്ണുകളായിരിക്കണമെന്ന് പറയാൻ കാരണം? നാം കാണുന്നുണ്ട്, ആദമിന്റെ ഹവ്വയുടെ ജീവിതം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ വൃക്ഷഫലം കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, പാപത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ കണ്ണുകളുടെ രണ്ടാമത്തെ പ്രത്യേകത, അത് വ്യാജത്തെ നോക്കാത്ത കണ്ണുകളായിരിക്കണം. എന്തുകൊണ്ടാണ് വ്യാജത്തെ നോക്കരുതെന്ന് പറയാൻ കാരണം? വായിക്കാം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് വ്യാജത്തെ നോക്കരുതെന്ന് ദൈവാത്മാവ് പറയുന്നു. ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. മതി. ശരീരത്തിന്റെ കണ്ണ് വിളക്കാണ്. എന്തുകൊണ്ടാണ് വ്യാജത്തെ നോക്കരുത് ദൈവാത്മാവ് പറഞ്ഞത്? കണ്ണുകളിലൂടെയാണ് പാപം ദൈവ പൈതലിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുമ്പോൾ, അതുകൊണ്ട് യേശു പറഞ്ഞു, ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് ചുവള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശപൂരിതമായിരിക്കും. അതുകൊണ്ട് ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നമുക്കുണ്ടായിരിക്കേണ്ട രണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ രണ്ടാമത്തെ പ്രത്യേകത, അത് വ്യാജത്തെ നോക്കാത്ത കണ്ണുകളായിരിക്കണം. കാരണം കണ്ണുകളിലൂടെയാണ് പാപം നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ ഒരു ശബ്ദത്തിന് ചേർന്നിരിക്കുമ്പോൾ, അരുതാത്തത് ദർശിക്കാതിരിപ്പാൻ കണ്ണുകളുമായി ഒരു ഉടമ്പടി വയ്ക്കുവാൻ നമുക്കിടയാകണം. ആ ഉടമ്പടിയുടെ അനുഭവത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദത്തിന് കാതോർക്കുമ്പോൾ, ദൈവശബ്ദത്തിന് സമർപ്പിക്കുമ്പോൾ, അതിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ തീഷ്ണവാനായിരുന്ന പിതാവായിരുന്ന മോർ ഫീലക്സിനോസ് അദ്ദേഹം രഹസ്യ പ്രാർത്ഥന എഴുതുമ്പോൾ മധ്യാഹ്ന പ്രാർത്ഥന നാം ഇങ്ങനെ ചൊല്ലുന്നുണ്ട്: ദൈവമേ, ഞങ്ങൾ തിന്മയായിട്ടുള്ളത് വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതിരിപ്പാൻ ഞങ്ങളുടെ കണ്ണുകൾക്കൊരു കാവൽക്കാരനെ, ഞങ്ങളുടെ സ്മരണകൾക്കൊരു കാവൽക്കാരനെ,
ഞങ്ങൾ ഇന്ദ്രിയങ്ങൾക്കൊരു കാവൽക്കാരനെ, ഞങ്ങളുടെ കൈകൾക്കൊരു കാവൽക്കാരനെ, ഞങ്ങളുടെ കാലുകൾക്കൊരു കാവൽക്കാരനെ തുടങ്ങി ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ വെച്ച് ഇതിനൊക്കെയും കാവൽക്കാരെ നിയമിക്കണമേ എന്ന് മോർ ഫീലിക്സിനോസ് മധ്യാഹ്ന രഹസ്യ പ്രാർത്ഥനയിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം കണ്ണുകളിലൂടെ, ശരീരത്തിലൂടെ പാപം നമ്മിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണ് സുതാര പ്രാർത്ഥന നാം ഇങ്ങനെ ചൊല്ലുന്നത്, ഞങ്ങളുടെ തുറക്കപ്പെട്ട അവയവങ്ങൾക്ക് ബാക്കി പറ കാവൽക്കാരെ നിയമിക്കണേ എന്ന്. ദൈവവൈതലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, അതുകൊണ്ട് നമ്മുടെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചേർന്നിരിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു, പാപം നമ്മിലേക്ക് കടന്നു വരാതിരിപ്പാൻ കണ്ണുകളുമായി ഒരു ഉടമ്പടി വെക്കുവാൻ നമുക്കിടയാകണം. ഒരു വല്ലാത്ത ലോകത്താ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. ഈ പാപമംഗലമായ ലോകത്ത് പാപത്തിലേക്ക് അധീനപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട മുഖാന്തരമാണ് ഇന്ന് സോഷ്യൽ മീഡിയ എന്നുള്ളത്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാനും നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രയാണങ്ങളും വ്യക്തമായി കാണുന്ന കർത്താവിങ്കിലേക്ക് ഏൽപ്പിച്ച് ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ, കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്യാൻ എനിക്കും നിനക്കും ഇടയാകണം. എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 4-ാമത്തെ വാക്യം. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. മതി. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. സംഭവം എന്താണെന്നറിയാവോ? 3.5 വർഷക്കാലം കർത്താവിനോടുകൂടെ ശിഷ്യന്മാർ ജീവിച്ചു. പുനരുദ്ധാനം ചെയ്ത് കർത്താവ് വാങ്ങിപ്പോയി. ശീമോൻ പത്രോസും കൂട്ടുകാരും ഒരുമിച്ചിരിക്കുമ്പോൾ ശീമോൻ പത്രോസ് കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോ കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങളും പോരുകയാണ്. ആരൊക്കെ ഉണ്ടായിരുന്നു? ദിദിമോസ് എന്ന തോമസ്, നഥാനിയേൽ, സബദി മക്കളായ യാക്കോബ്, യോഹന്നാനും വേറെ 2 ശിഷ്യന്മാർ. അവർ 7 പേർ ഒരുമിച്ച് മീൻ പിടിക്കാനായിട്ട് പോയി. ദൈവവൈതലേ, 4-ാമത്തെ വാക്യം പറയുന്നു, ആ രാത്രി അവരൊന്നും പിടിച്ചില്ല. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം വ്യാജം ചെയ്ത് ദൈവകൃപയിൽ അന്യപ്പെട്ട്, ദൈവസന്നിധിയിൽ അന്യപ്പെട്ട് അവർ പ്രയാണം ചെയ്തപ്പോൾ ആ രാത്രി അവരൊന്നും പിടിച്ചില്ല. തുടർന്നുള്ള വാക്യമാണ് വായിച്ചു കേട്ടത്. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. തൻ്റെ ശിഷ്യന്മാർ താൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വ്യതിചലിച്ച് തങ്ങളുടെ പഴയ പണിയായി മീൻപിടുത്തത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ ഗലീല കടലിന്റെ തീരത്ത് കർത്താവ് മഞ്ഞത്ത് കാത്തു നിന്നു. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുമ്പോൾ വ്യാജത്തിന് മനസ്സ് വെച്ച് ദൈവകൃപയിൽ നന്യപ്പെട്ട് സ്വന്തം ഹിതത്തിന് താല്പര്യത്തിന് ഏൽപ്പിച്ച് ജീവിതത്തെ ഒരുക്കി മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ എനിക്കും നിനക്കും വേണ്ടി കാത്തു നിൽക്കുന്നൊരു ദൈവമുണ്ടെന്നും മറന്നു പോകരുത്. ഫ്രാൻസിസ് തോമസ് എന്നൊരു ആംഗലേയ കവി ഉണ്ടായിരുന്നു. 12-ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം അച്ഛനാകണമെന്നായിരുന്നു. താല്പര്യത്തോടെ തിയോളജി പഠിക്കാൻ ചേർന്നു. 2 വർഷമേ തിയോളജി പഠിക്കാൻ സാധിച്ചു. അപ്പോഴേക്ക് മനസ്സിൽ മറ്റൊരാഗ്രഹമായി മെഡിസിൻ പഠിക്കണം. തിയോളജിയുടെ പഠനം അവിടെ നിർത്തി മെഡിസിൻ പഠിക്കാൻ ചേർന്നു. മെഡിസിന് പഠിക്കാൻ ചേർന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക് മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായി തീർന്നു ഫ്രാൻസിസ് തോമസൺ. പല തൊഴിലുകളും ഫ്രാൻസിസ് തോമസൺ ചെയ്തു. കുതിരകളെ മേയ്ക്കുന്ന തൊഴിലേർപ്പെട്ടു. ഷൂ പോളിഷ് ചെയ്യുന്ന തൊഴിൽ ചെയ്തു. ഈ തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയായിരുന്നില്ല, മയക്കുമരുന്ന് വാങ്ങിക്കാനുള്ള പണത്തിന് വേണ്ടിയായിരുന്നു ഫ്രാൻസിസ് തോമസൺ ഈ തൊഴിലുകളൊക്കെയും ചെയ്തത്. വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് നയിക്കപ്പെട്ടു. ഒരിക്കൽ ഒരു ചന്തസ്ഥലത്ത് പ്രാകൃത രൂപിയായിരിക്കുന്ന ഫ്രാൻസിസ് തോമസിനെ ഒരു പത്രാധിപരും ഭാര്യയും കൂടെ തിരിച്ചറിഞ്ഞു. അവരുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി കുളിക്കാനുള്ള വസ്ത്രങ്ങൾ കൊടുത്ത് കുളിക്കാനുള്ള ക്രമീകരണം ചെയ്തു. നല്ല വസ്ത്രങ്ങൾ കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു. ഫ്രാൻസിസ് തോമസിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അദ്ദേഹം എഴുതിയ
കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചു. ഒത്തിരി പണം അദ്ദേഹത്തിന് ലഭിച്ചു. ധനാഢ്യനായി, ജീവിതത്തിൽ അർത്ഥങ്ങളുണ്ടായി. വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് നയിക്കപ്പെട്ടു. ഫ്രാൻസിസ് തോംസൺ തൻ്റെ അവസാനത്തെ കവിതയിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ യാത്രയിലും ഒരു കാലൊച്ച, ഒരു ശബ്ദം ഞാൻ കേട്ടിരുന്നു. അത് നിന്റേതാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഏറെ വൈകിപ്പോയി എന്ന് തൻ്റെ അവസാനത്തെ കവിതയിൽ അവൻ കുറിച്ചു വെച്ചു. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുമ്പോൾ ഒരു കാലൊച്ചയായി, ഒരു ശബ്ദമായി അവൻ നമ്മുടെ പിറകെയുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുമ്പോൾ, അവൻ്റെ സന്നിധിയിലേക്ക് നമ്മെ വിനയപ്പെടുത്തി ഏൽപ്പിക്കുമ്പോൾ, വ്യാജത്തെ നോക്കി അരുതാത്ത വഴിയിലൂടെ ജീവിതത്തെ പ്രയാണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, പുലർച്ചെ ശിഷ്യന്മാരുടെ മുമ്പിൽ മഞ്ഞത്തെ കർത്താവ് കാത്തു നിന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രയാണത്തിലും ഒരു കാലശിയായി, ഒരു ശബ്ദമായി അവൻ ദൈവം നിന്റെ കൂടെയുണ്ട്. എന്തുകൊണ്ടാ? എന്നെ പോലെ നിന്നെ പോലെ അവൻ മറ്റൊരാളെ സൃഷ്ടിക്കാതിരുന്നത് കൊണ്ട്. ആധാർ കാർഡ് എടുത്തിട്ടുണ്ടല്ലേ? ആധാർ കാർഡ് എടുത്തില്ലേ? എടുത്തോ? നമ്മുടെ ഫോട്ടോയാണോ അതിനകത്തുള്ളതെന്നാണോ വലിയ കുഴപ്പം? എന്തെങ്കിലും ദൈവവൈതലെ ഇമിഗ്രേഷൻ ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണുകളാണ് നോക്കുന്നത്, അല്ലേ? കണ്ണുകൾ നോക്കിയാണ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഫിംഗർ പ്രിന്റ് നോക്കുന്ന സ്ഥലങ്ങൾ. ദൈവവൈതലെ, എൻ്റെ കണ്ണുകൾ പോലെ നമ്മുടെ ഓരോരുത്തരുടെ ഫിംഗർ പ്രിന്റ് പോലെ മറ്റൊരാളുടെ ഫിംഗർ പ്രിന്റ് ലോകത്തിലില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തത്? എന്നെ പോലെ നിന്നെ പോലെ അവൻ മറ്റൊരാൾ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് നിന്റെ കാരണം. എന്തുകൊണ്ടാ എന്നെ പോലെ നിന്നെ പോലെ അവൻ മറ്റൊരാൾ സൃഷ്ടിക്കാതിരുന്നത്? ഞാനും നീയും ദൈവത്തിന് പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായതുകൊണ്ടാ നിന്നെ പോലെ എന്നെ പോലെ ദൈവം മറ്റൊരാളെ സൃഷ്ടിക്കാതിരുന്നത്. അതുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായി സ്വർഗത്തിലെ ദൈവം എന്നെയും നിന്നെ സൃഷ്ടിച്ചാക്കിയിരിക്കുമ്പോ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെ വിശുദ്ധിയോടെ ജീവിതത്തെ ഒരുക്കാൻ ദൈവസന്നിധിയിൽ ഈ 2026 ജനുവരി മാസം 26-ാം തീയതി ഈ പരിശുദ്ധിയാലയത്തിൽ ചേർന്നിരിക്കുമ്പോ ഒരു ഉടമ്പടി വെക്കുവാൻ ദൈവവൈതലേ നമുക്ക് സാധിക്കുമോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ദൈവാത്മാവ് പറഞ്ഞു, ചില വഴികൾ മനുഷ്യന് ചൊവ്വായിട്ട് തോന്നുന്നു, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. അതുകൊണ്ട് ഇന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുമ്പോ വ്യാജത്തിന് ദൃഷ്ടി വെച്ച് വ്യാജത്തെ നോക്കാതെ വിശുദ്ധിയോടെ കണ്ണുകളെ സൂക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു, ശരീരത്തെ മുഴുവനും പ്രകാശിപ്പിക്കുവാൻ കണ്ണിന് സാധിക്കുമെങ്കിൽ ഒരു ദൈവവൈതൽ വിശുദ്ധിയോടെ ജീവിതത്തെ ഒരുക്കി അരുതാത്ത് ദർശിക്കാതെ ജീവിതത്തെ ഒരുക്കാൻ എനിക്കും നിനക്ക് സാധിച്ചാൽ അതിലൂടെ ഒരു വിശുദ്ധയായി ജീവിതത്തെ ഒരുക്കുവാൻ എനിക്കും നിനക്ക് സാധിക്കുമെന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കുന്ന രണ്ടാമത്തെ ഉടമ്പടി, കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യാതെ ജീവിതത്തെ ഒരുക്കാൻ നമുക്കിടയാകട്ടെ. വ്യാജത്തെ നോക്കാത്ത കണ്ണുകളുള്ളവരായി തീരാൻ ദൈവം നമുക്കിടയാകട്ടെ. രണ്ടടി ചേർന്ന് പാടാം. പോക്കിയന്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആമേൻ. ഓർക്കും തോറും പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ? പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ? യേശുവോട് യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിനായി ജീവിക്കുന്ന
ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളുടെ പ്രത്യേകതകളാ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തി. ഒന്നാമത് കണ്ണുകളുടെ പ്രത്യേകത മിനിറ്റ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. 2 ചെവി ഉള്ളതിൻ്റെ ഗുണേ അത്ഭുതങ്ങളെ കാണാൻ. രണ്ടാമത് കണ്ണുകളുടെ പ്രത്യേകത വ്യാജത്തെ നോക്കാത്ത കണ്ണുകൾ. നമുക്ക് വായിക്കാം 119 സങ്കീർത്തനത്തിന്റെ 136 വാക്യം. നമ്മുടെ കണ്ണുകളുടെ മൂന്നാമത്തെ പ്രത്യേകത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും. 136 വാക്യമാണ്. അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായികൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകും. മൂന്നാമത്തെ കണ്ണുകളുടെ പ്രത്യേകത ജലനദികൾ ഒഴുകുന്ന കണ്ണുകളാണ്. എന്താണ് ജലനദികൾ ഒഴുകുന്ന കണ്ണുകൾ എന്ന് പറഞ്ഞാൽ? കണ്ണുകളുടെ മൂന്നാമത്തെ ജലനദി എന്ന് പറഞ്ഞാ കണ്ണുനീര്. നമ്മുടെ കണ്ണുകളുടെ മൂന്നാമത്തെ പ്രത്യേകത ജലനദികൾ ഒഴുകുന്ന കണ്ണുകളാണ്. എനിക്ക് തോന്നണത് നമ്മുടെ കണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജലനദി ഒഴുകുന്ന ദുഃഖവെള്ളിയാഴ്ചയാണെന്നാ. അവൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ കന്നത്തടിച്ചു, അവൻ്റെ പുറം ഒഴുചാല് പോലെ കീറി, ഭാരമേറിയ മരക്കുരിശ് അവനെ ചുമപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. പണ്ടത്തെ മാതിരിയല്ല. ഇപ്പോ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന സ്ത്രീകൾക്കാണ് ഈ സാരി തലപ്പ് കൊണ്ടോ ഷാള് കൊണ്ടോ ഒക്കെ കണ്ണുനീര് തുടയ്ക്കാം. പുരുഷന്മാർക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന പുരുഷന്മാരെല്ലാം തോളത്ത് ടർക്കിയിട്ടോണ്ടാ വന്നെ. ഇന്നാളെ എനിക്ക് മനസ്സിലായത് കണ്ണുനീര് തുടയ്ക്കാൻ കൊണ്ടുവന്ന ടർക്കികളാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമുക്ക് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ വലിയ സങ്കട. എന്നാൽ യേശുവിനോട് കൂടെ കരഞ്ഞുകൊണ്ട് നടന്ന സ്ത്രീകളോട് യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം. നിങ്ങളെന്ന് പറയുമ്പോ നീയുമാകുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി കരയുവാൻ സാധിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന കണ്ണുകളായിരിക്കണം. ഈ രാത്രി ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുമ്പോ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ജീവിതത്തിൽ കുടുംബത്തിന് വേണ്ടി കരയാൻ എനിക്കും നിനക്കും സാധിക്കുമോ എന്ന് ഈ രാത്രി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എനിക്കൊരു പെൺകുട്ടിയെ അറിയാം. ഭർത്താവ് തികഞ്ഞ മദ്യപാനി. എല്ലാ ദിവസവും വൈകുന്നേരം വന്നു വീട്ടിൽ വലിയ വഴക്കായി. ഒരു പെൺകുട്ടിയുണ്ട്, ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞു മകളുണ്ട്. അവൾ ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. വീട്ടിൽ വേറെ വഴിയൊന്നുമില്ല. എന്നാൽ ആ ഞായറാഴ്ച അവൾ പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ആരാധന കഴിഞ്ഞ് അച്ഛൻ പ്രസംഗിച്ചപ്പോ കരുതുന്ന ദൈവത്തെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അവൾ കേട്ടു. ദൈവവേദന അവളുടെ ജീവിതത്തിൽ അതൊരു വലിയ രൂപാന്തരം ഉണ്ടാക്കി. അവള് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെച്ചു. വൈകുന്നേരം വന്ന് കുടിച്ച് ലക്ക് കെട്ട് കിടക്കുന്ന ഭർത്താവ് കിടന്നുറങ്ങുമ്പോൾ താഴെ അവന്റെ കട്ടിലിന് താഴെ ഒരു പാവിരിച്ച് പെൺകുട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. അവൾ രാത്രിയിൽ ഇങ്ങനെ കണ്ണുനീരോടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒരു രാത്രി അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിറകിലൊരു കാൽപരിമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ അന്ന് രാത്രിയും തന്നോട് വഴക്കുണ്ടാക്കി മല്ലടിച്ച ഭർത്താവ് മുട്ടിമേൽ നിന്ന് കണ്ണുനീരോടെ നിലവിളിക്കുന്നതാണ് അവൾ കണ്ടത്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിനെ കണ്ടു മറികടന്നു പോകാത്തൊരു ദൈവമുണ്ട്. യെരികോവിന്റെ വഴിയരികിലൂടെ ഒരു കുരുടനായ മനുഷ്യൻ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. കൂടെ നടന്നവർ മിണ്ടാതിരിപ്പാൻ ശാസിച്ചപ്പോ അവൻ ഉറക്ക ഉച്ചത്തിൽ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. നാം കാണുന്നുണ്ട്, യെരികോവിന്റെ വഴിയരിയിൽ നിന്ന് ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യന്റെ ഭിക്ഷക്കാരന്റെ നിലവിളിയുടെ മുമ്പിൽ യേശു നിന്നു.
ഞാൻ നിനക്കെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഈ ദൈവത്തെ നിനക്ക് പരിചയമുണ്ടോ? ജീവിതത്തിന്റെ വേദനകളുടെയും ഭാരങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കണ്ണുനീരോടെ ചേർന്നിരിക്കാൻ സാധിക്കാത്ത ഒരു തലമുറ ഇന്ന് വളർന്നു വരുന്നു. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാ. പണ്ടൊക്കെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. നമ്മുടെ കാലഘട്ടം വന്നപ്പോ സങ്കടങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴും ദൈവസന്നിധിയിൽ താണിരുന്ന് നിലവിളിപ്പാൻ സാധിക്കാത്തതല്ലേ ഇന്നത്തെ പ്രശ്നമെന്ന് ശാന്തമായി ഒന്ന് പരിശോധിക്കുന്നുള്ളതാ. നമ്മുടെ ജീവിതത്തിന്റെ വേദനകളുടെയും ജീവിതത്തിന്റെ ഭാരങ്ങളുടെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ വലം കൈക്ക് പിടിച്ച് വഴികാട്ടി നടത്തുന്ന ഒരു ദൈവമുണ്ട്. യാബോക്ക് കടവിന്റെ കരയിൽ വെച്ച് യാക്കോബ് ദൈവനുമായി മല്ലിടുമ്പോൾ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ചേർന്നിരുന്ന് നിലവിളിപ്പാൻ ദൈവ ഇതിലേ നമുക്ക് സാധിക്കുക. ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില ഭാരങ്ങൾ, ചില വേദനകൾ, ചില അസ്വസ്ഥതകൾ സ്വർഗത്തിലെ ദൈവം നിന്റെ മേലേക്ക് തരുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയും പ്ലാനും ഉണ്ട്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രമല്ല, അസ്വസ്ഥതകളും രോഗങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ദൈവസന്നിധി അന്യപ്പെടുവാനല്ല, മറിച്ച് ചേർന്ന് നിൽപ്പാൻ നമുക്കിടയാകണം. പണ്ടൊക്കെ അമ്മമാര് പിള്ളേർ തല്ലുമായിരുന്നു അല്ലേ? ഇപ്പൊ തല്ലുവോ? ഇപ്പൊ നോക്കി പീഡിപ്പിക്കണം കേട്ടാ മതി, ഡയലോഗും മറ്റേ കേട്ടാ മതി. പണ്ടൊക്കെ അമ്മമാര് പിള്ളേർ തല്ലാൻ നിൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അമ്മേനെ അങ്ങോട്ട് അമ്മേനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. പിന്നെ അമ്മ തല്ലുവോ? പറ. നമ്മൾ മറന്നുപോയി. സങ്കടവും ഭാരവും വരുമ്പോ ആ ദൈവത്തെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നമുക്ക് പറ്റണ്ട. വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ, അസ്വസ്ഥതകളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, സാമ്പത്തിക തകർച്ചയുടെ മധ്യത്തിൽ, കുടുംബത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കപ്പെടാൻ സാധിക്കാതിരിക്കുമ്പോ, ദൈവവൈതലെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുമ്പോ, ആ ദൈവസന്നിധിയിൽ ഒന്ന് ചേർന്നിരുന്ന് കണ്ണുനീരോടെ നിലവിളിപ്പാൻ എനിക്ക് നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ രാത്രി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. അങ്ങനെ ഒരു തലമുറ ഇല്ലാതെ പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിലവിളിപ്പാൻ മറന്നുപോയൊരു തലമുറ. അതുകൊണ്ട് ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോ ദൈവ പൈതലെ ജീവിതത്തിന്റെ വേദനകളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ പാട്ടുകാരൻ പാടുന്നുണ്ട്, പരീക്ഷ വരുമെന്നാലും നീക്കുപോക്കും നൽകും നാഥനന്റെ നല്ലിടയൻ എൻ്റെ ദൈവമറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കില്ല, നന്മയ്ക്കായെല്ലാം നൽകിയിടുന്നു. ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കില്ല, നന്മയ്ക്കായെല്ലാം നൽകിയിടുന്നു. ആ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. മനോഹരമായൊരു ക്ഷേത്രം. വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിലെ പൂജാരി തൻ്റെ ഭവനത്തിലേക്ക് പോയി. ക്ഷേത്രത്തിലെ നടകല്ലും പ്രതിമയും തമ്മിലുള്ള സംഭാഷണം വായിക്കാനിട്ടിടയായി. ഓരോ രാത്രിയും ക്ഷേത്രത്തിലെ പ്രതിമയോട് നടകല്ലിങ്ങനെ പറയും, ഞാനും നീ ഒരു കാട്ടിലാണ് ഉണ്ടായിരുന്നത്, എന്നെയും നിന്നെയും തെരഞ്ഞെടുത്ത ഒരു ശില്പിയായിരുന്നു. എന്നാൽ എല്ലാവരും ആദരിക്കത്തക്ക രീതിയിൽ, ബഹുമാനിക്കത്തക്ക രീതിയിൽ ഒരു പ്രതിമയായി ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തി. എന്നെയോ ആളുകളൊക്കെ വരുമ്പോൾ ചവിട്ടാനും പൂജാരി കാലുകൾ കഴുകുവാനുമുള്ള ഒരു നടകല്ലായി എൻ്റെ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി. എൻ്റെ ദൈവത്തിന് എന്നോടൊട്ടും സ്നേഹമില്ല. എൻ്റെ ദൈവം എന്നെ കരുതണില്ല. എൻ്റെ ജീവിതത്തിൽ എന്നും അസ്വസ്ഥതകളാണെന്ന് ഈ നടകല്ല് എന്നും രാത്രി ഈ ക്ഷേത്രത്തിലെ പ്രതിമയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ക്ഷേത്രത്തിലെ പ്രതിമ തിരിച്ച് ഒരു ദിവസം രാത്രി നടകല്ലിനോട് പറഞ്ഞു, സ്നേഹിത, നീ പറഞ്ഞത് സത്യമാണ്.
ഞാനും നീ ഒരു കാട്ടിലാണ് ഉണ്ടായിരുന്നത്. എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തത് ഒരു ശില്പിയായിരുന്നു. അന്നത്തെ സംഭവം നീ ഓർക്കുന്നുണ്ടോ? ശില്പി വന്ന് ആദ്യം തിരഞ്ഞെടുത്തത് എന്നെ ആയിരുന്നില്ല, നിന്നെ ആയിരുന്നു. നിന്നെ തിരഞ്ഞെടുത്ത് ഭാരമേറിയ ചുറ്റി വച്ച നിന്റെ മേൽ ആഞ്ഞു പതിക്കുമ്പോൾ നീ വലിയ പൊട്ടലും ചീറലുണ്ടാക്കി, നീ വലിയ ബഹളങ്ങളുണ്ടാക്കി, നീ വലിയ അസ്വസ്ഥതകളുണ്ടാക്കി. അതിനിടയ്ക്ക് ഒരു ചീള് ചെന്ന് ശില്പിയുടെ നെറ്റിയിൽ പതിക്കുകയും ചെയ്തു. വേദന കൊണ്ട് പൊളഞ്ഞ ശില്പി നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ അടുക്കിലേക്ക് വന്നു. നിനക്കറിയണമോ, വലിയ ഉളി വെച്ച് എൻ്റെ മേൽ ആഞ്ഞു പതിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന വളരെ തീവ്രതയുള്ളതായിരുന്നു. അതിനുശേഷം ചെറിയ ഉളി കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഇഞ്ചോടിഞ്ച് അടയാളപ്പെടുത്തുമ്പോൾ അതിലും ഭാരമേറിയ വേദനയിലൂടെയാ ഞാൻ കടന്നുപോയത്. ആ ഭാരമേറിയ വേദനയിലൂടെ കടന്നുപോയപ്പോഴാ എല്ലാവരും ആദരിക്കത്തക്ക രീതിയിൽ ഒരു പ്രതിമയായി എൻ്റെ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തിയതെന്ന് വായിക്കുവാനായിട്ടിടയായി. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, സാധുകൊച്ചുദേശി നമുക്കറിയാം, മാർത്തോമാ സഭയുടെ തീഷ്ണവാനായിരുന്നവൻ, അനേകരുടെ ഹൃദയത്തിലേക്ക് വെളിച്ചം വീശിയ കൊച്ചു കുഞ്ഞുപദേശി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ ഒത്തിരി നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഒരിക്കലും അദ്ദേഹം ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അന്നൊരു സങ്കടവും ഇല്ല എന്നുള്ളതാണ്, അന്നൊരു കഷ്ടതയില്ലെന്നുള്ളതാ പ്രാർത്ഥിക്കാൻ കാരണം. അദ്ദേഹം ദൈവത്തോട് നിലവിളിച്ചു, നീ കൊച്ചു കുഞ്ഞിനെ മറന്നോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അടുക്കളയിൽ നിന്നൊരു കരച്ചിൽ കേട്ടത്. ചെന്ന് നോക്കുമ്പോൾ ഭാര്യ കഞ്ഞിക്കലം പറഞ്ഞ് ആകെ പൊള്ളിയിരിക്കുക. കൊച്ചു കുഞ്ഞുപദേശി പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ കരുതിയെന്ന്. ദൈവപൈതലേ, ചേർന്ന് നാം ജീവിതത്തെ ഒരുക്കുമ്പോൾ ഭാര്യയുടെ പുറത്ത് കഞ്ഞിക്കലം വീഴണമെന്നല്ല ഞാൻ പറഞ്ഞത്. അനുദിനമായി കടന്നു വരുന്ന വേദനകളുടെയും ഭാരങ്ങളുടെയും അസ്വസ്ഥതകളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാൻ. ഞാൻ നാട്ടിലൊരു പള്ളിയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കൊണ്ട് അവളുടെ അമ്മായപ്പൻ വന്നു, ഫാദറിൻലോ. ഒരു കാര്യമുള്ളൂ, ഭർത്താവ് മരിച്ചുപോയി. അച്ഛാ, ഇവളൊന്ന് കരഞ്ഞു കണ്ടാൽ മതി എനിക്കെന്ന്. നിർജീവ ശവമായിരുന്നൊരു പെൺകുട്ടിയെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് വേദനകളുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നറിയിച്ചതൊരു ദൈവമുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും വേദനകളും വരുമ്പോൾ ദൈവകൃപയിൽ അന്യപ്പെടാനല്ല, കണ്ണുനീരോടെ ചേർന്നിരിപ്പാൻ ദൈവവൈതലേ നമുക്കിടയാകണം. ഇന്ന് വായിച്ച സങ്കീർത്തനം ഏതായിരുന്നു? അത് നമ്മൾ വായിച്ചത് വേദവസം വായിക്കുന്നതിന് 84-ാം സങ്കീർത്തനം ഇവിടെ പ്രാരംഭത്തിൽ വായിച്ചത്. കുരികിലൊരു വീട്, മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട് കണ്ടെത്തി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. പറ്റതല്ല തൻ്റെ കുഞ്ഞിനെ മറക്കോ? മറക്കോ? നിങ്ങൾ മറന്നിട്ടുണ്ടോ? ഉറപ്പാ? മറന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്ന് യോഗത്തിന് വന്നേനെന്ന് എൻ്റെ ചിന്ത. ഇപ്പം എവിടെയാ പിള്ളേര്? മറന്നുപോയി. ജോലിയിലായിരിക്കുന്നവരെയും ദൂരെ ആയിരിക്കുന്നവരെയും ഇങ്ങോട്ട് വീട്ടിലിരിക്കുന്ന ചില ആളുകൾ എപ്പോഴും ഉണ്ടോ? ഇല്ലേ? യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ യഹോവയെ സേവിക്കും. അതിന് സാധിക്കാതെടുത്ത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമൊന്നും നടക്കൂല. നമ്മളെക്കാളും പിള്ളേർക്കറിയാം. നമ്മൾ അഭിമാനത്തോടെ പറയും, എൻ്റെ അച്ഛാ 3 വയസ്സുള്ളൂ. ഇപ്പം എൻ്റെ ഹന്നയുടെ മോന് ഇവാൻ, അവൻ 1.5 വയസ്സ് 2 വയസ്സാവുള്ളൂ ഏപ്രിൽ. അവൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളും മറ്റേ മൊബൈൽ എൻ്റെ പരസ്യം വരുമ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് കാര്യങ്ങളും കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവും, ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന്. നമ്മൾ പിള്ളേരെ കുറിച്ച്, എൻ്റെ അച്ഛാ എനിക്കൊന്നും അറിയില്ല, പച്ചയിൽ ഞെക്കി ഓണാക്കാനും ചുവപ്പിൽ ഞെക്കി ഓഫാക്കാനും അല്ലാതെ എനിക്കൊന്നും അറിയില്ല. എൻ്റെ കൊച്ചിൻ്റെ കയ്യിൽ 5 വയസ്സേ ഉള്ളൂ എന്ന് മറ്റേ കരുതണ്ട. ഇവനല്ല, അറിയാൻ പാടാത്ത ഒന്നുമില്ല എന്ന് പറയും. എന്നാൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇതൊക്കെ നല്ലതാണ്. ശാസ്ത്രത്തിൻ്റെ വളർച്ച കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ അവർ ദൈവോന്മുഖമായി വളർത്തിയെടുക്കാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും അവൻ്റെ പുറകിൽ ആവശ്യമാണ്. നിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവം ഉത്തരം തരും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കണ്ണുനീരോടെ നിലവിളിക്ക്.
എൻ്റെ ജീവിതത്തിൻ്റെ ചില വേദനകളിലൂടെ, ഭാരങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ചേർന്നിരുന്നപ്പോഴാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചതെന്ന് ഈ ബൈബിൾ എടുത്ത് ഉറക്കെ ഉറക്കെ പറയാൻ ഒത്തിരി അത്ഭുതങ്ങൾ, 100 അല്ല, 1000 അല്ല, 10,000 അത്ഭുതങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ദൈവവൈതലേ, ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, അതുകൊണ്ട് നിന്റെ കണ്ണീന്ന് കണ്ണുനീരൊഴുകണം. മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുകട്ടെ. കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്നൊരു ദൈവമുണ്ട്. മറന്നു പോകരുത്. മടങ്ങി വരട്ടെ. നമ്മുടെ ബാക്കി അതല്ല. ഒന്നോടെ വായിക്കാം നമുക്ക് 119 സങ്കീർത്തനം 136 വാക്യം. അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായിക കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകും. ദൈവവൈതല, ദൈവോന്മുഖമായി ജീവിതത്തെ ഒരുക്കാത്ത ചിലർക്ക് വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധി നിലവിളിപ്പാൻ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം എന്നെയും നിന്നെയും ഏൽപ്പിച്ചിട്ടുണ്ട്. പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, എസെക്കിയേൽ പ്രവാചക പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു അവിടെ നാം കാണുന്ന ഒരു വലിയ ചിന്തയുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവരെ വേർതിരിക്കണമെന്നും അവരെ അടയാളമുള്ളവരെ ആരെയും തുടരുന്ന വചനം പറയുന്നുണ്ട്. എന്തിനാണ് തുടർന്ന് പറയുന്നത്? ദേശത്തിലെ മ്ലേച്ഛതകളെ ഓർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ അടയാളമിടണമെന്ന് ദൈവാത്മാവ് പറയുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തിയത്, നമ്മുടെ കണ്ണിൽ നിന്ന് കഴുകുന്ന കണ്ണുനീരുകൾ നമുക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. ലോകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുക്കുകയാണ്. അവർ ന്യായപ്രമാണത്തെ അനുസരിക്കാത്തത് കൊണ്ട്, ദൈവശബ്ദം കേൾക്കാത്തത് കൊണ്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാത്തത് കൊണ്ട് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകണം. കത്തോലിക്കാ സഭയിലുള്ളവർക്കറിയാം, അവർ കൊന്ത നമസ്കാരം ചൊല്ലുമ്പോൾ വെള്ളിയാഴ്ച കൊന്തയിൽ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവകൃപയിൽ അന്യപ്പെട്ടിരിക്കുന്ന, ദൈവശബ്ദത്തിന് കാതോർക്കാതിരിക്കുന്ന സകലരുടെ മേലും ദൈവകൃപ ചൊരിയണമേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയുടെ വാക്കുകളൊന്നും എൻ്റെ മനസ്സിലില്ല. ദൈവവേദന അതിനു വേണ്ടി 10 കൃപ നിറഞ്ഞു മറിയുമേയും ഒരു സ്വർഗസ്ഥനായ പിതാവും ചൊല്ലുന്നു ഞാൻ ഓർക്കുന്നു. അത് ഒത്തിരിയൊന്നിനുമല്ല, സുവിശേഷം അംഗീകരിക്കാത്തവരുടെ മേൽ ദൈവകൃപ കടന്നു വരാനൊരു പ്രാർത്ഥനയാണത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകണം. നമ്മുടെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകേണ്ടത് നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ജലനദികൾ ഒഴുകാൻ ഒരു കണ്ണുനീരുള്ളവരായി ഞാനും നീയും മാറി വരണം. ദൈവവൈതലെ, നമുക്കറിയാം, നമ്മുടെ വീട്ടില് യോബിനെ കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ബാക്കിയെന്നാ ദൈവം യോബിന്റെ സ്ഥിതിക്ക് മാറ്റം കൊടുത്തു. നമ്മള് പറയാം, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദൈവം യോബിന്റെ സ്ഥിതിക്ക് മാറ്റം കൊടുത്തു. നമ്മുടെ നാട്ടിലൊരു കാര്യം പറയാം, വാഴ വെക്കാനായിട്ട് ഒരാൾ വീട്ടിൽ വന്നു. രാവിലെ മുതൽ ഇപ്പോൾ രാവിലെ ഉച്ചപ്പണിയാണ് പൊതുവെ, എന്തെങ്കിലും ആവട്ടെ, ഉച്ച വരെ പണിത് 2 മണിയായപ്പോൾ പണി നിർത്തി. പണി നിർത്താൻ നേരത്ത് അവൻ്റെ കൂലി എത്രയാണെന്ന് പറഞ്ഞു. കൂലി അവന് എപ്പോൾ കിട്ടി? വാഴ നട്ടതിൻ്റെ കൂലി തിങ്കളാഴ്ച വാഴ നട്ടാൽ വാഴ കൊല വെട്ടിച്ച് കൊടുക്കാമെന്നാണ് നമ്മൾ പറയണേ. ആണോ? അന്ന് തന്നെ കൊടുക്കും. പക്ഷേ വാഴയുടെ കൂലി, വാഴ വെച്ചതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് അടുത്ത കൊല്ല. ദൈവവൈതലെ, നമുക്ക് ഇടിവിൽ നിന്ന് കരയുവാൻ എനിക്കും നിനക്ക് സാധിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിക്കുമ്പോൾ, മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധി നിൽക്കുമ്പോൾ അതിൻ്റെ കൂലി എന്ന് കിട്ടും, അന്ന് തന്നെ കിട്ടും. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലാത്ത സങ്കടം ഉണ്ടെന്ന് കരുതട്ടെ, കുഞ്ഞുങ്ങളില്ലാത്ത 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, 10 പേരുടെ പേരെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മേലും അവരുടെ മേലും ദൈവകൃപയുണ്ടാകും. വിവാഹം നടക്കാത്തതിൻ്റെ സങ്കടം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതുപോലെ വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങളുടെ പേരെടുത്ത് വെച്ച് പ്രാർത്ഥിക്ക്, ദൈവകൃപയുണ്ടാകും. സാമ്പത്തിക ഞെരുക്കത്തിൽ കടബാധി നമ്മളായിരിക്കുന്നെങ്കിൽ അതുപോലെ വേദനപ്പെടുന്ന 10 പേരുടെ പേരെടുത്ത് വെച്ച് പ്രാർത്ഥിക്ക്, നമ്മൾ അറിയാതൊരു വലിയ കൃപ നമ്മിലും അവരിലേക്കും കടന്നു വരും. ആ ദിവസം പറഞ്ഞു, യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ
ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം കൊടുത്തു. അതല്ല ഞങ്ങളുടെ അച്ഛന്മാരുടെ ഒരു പ്രത്യേകത. ഞങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാ, ഞങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ജനത്തിൻ്റെ പ്രതിനിധിയാ. ഞങ്ങൾ നിങ്ങൾക്കും പുരോഹിതന്റെ വാക്കിന്റെ അർത്ഥം എന്നാ? പാലം പണിയുന്നവനാ. ആര് തമ്മിലുള്ള പാലാ? ദൈവവും ജനവും തമ്മിലുള്ള പാലം പണിയുന്നവരാ ഞങ്ങൾ. ആ പാലം പണിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ ഒരുക്കുകയാണ്. അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. ബാക്കി മറന്നു പോകരുത്. ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകട്ടെ ജലനദികൾ, കണ്ണിൽ നിന്ന് ഒഴുകേണ്ട ജലനദികൾ നമ്മുടെ ലോകത്തിൻ്റെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, വേദനപ്പെടുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനൊരു മനസ്സ്. തീർന്നില്ല. സുവിശേഷം അറിയാത്ത അനേകരുടെ മേൽ ദൈവത്തിന്റെ സുവിശേഷം കടന്നു വരാൻ, പ്രത്യേകിച്ച് നാം ആയിരിക്കുന്ന ഈ നാഗ്പൂർ ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ കൊടുങ്കാറ്റ്, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശി എല്ലാവരിലേക്കും ദൈവത്തിന്റെ വചനം ഘോഷിക്കപ്പെടാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ദൈവ പൈതലേ നമുക്കിടയാകുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കേണ്ട സമയമാകുന്നു. 3 ചിന്തകൾ അച്ഛൻ പറഞ്ഞത്. നമ്മുടെ കണ്ണുകളുടെ 3 പ്രത്യേകതകൾ. വേദപുസ്തകത്തിൽ 119 സംഗീതത്തിൽ ഒത്തിരി പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവവേദലേ ഒന്നാമത് അച്ഛൻ പറഞ്ഞു 18-ാമത്തെ വാക്യം, വേദപുസ്തകത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കണ്ണുകൾ തുറക്കണം. 2, വ്യാജത്തെ നോക്കാതെ വണ്ണം കണ്ണുകളെ തിരിക്കണം. 3, കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകണം. തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. ശരീരത്തിൻ്റെ കണ്ണുകൾ അടയ്ക്കാം. ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്ന് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തെ നമുക്ക് ദർശിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും അവൻ വാക്കുമാറാത്തവനുമാണ്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യേ അവൻ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ദൈവമാണ്. അവൻ നമ്മുടെ മുമ്പിലുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നത് പോലെ ഈ ആലയത്തിൽ വന്നു നിന്ന് നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ധ്യാനിക്കുന്ന ആത്മാവേ, നിന്റെ ഉൾക്കണ്ണുകളാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ കാണാം. 3 ചിന്തകളാണ് ദൈവാത്മാവ് നമ്മോട് പറഞ്ഞത്. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണം. വേദപുസ്തകം മുഴുവനും അത്ഭുതങ്ങളാണ്. ഹാഗാറിൻ്റെ വേദനയുടെ മധ്യത്തിൽ മരുഭൂമിയിൽ നീരുറവയെ തുറന്നത് അവളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഒറ്റയ്ക്കാണ്. എല്ലാ പ്രവാചകന്മാരും ഇട്ടേച്ചു പോയി. ആരും സഹായിക്കാനില്ല, ആരും കൂടെ ഇല്ലെന്ന ചിന്തയോടെ മരുഭൂമിയിൽ ശൂരച്ചെടിയുടെ കീഴിൽ മരിപ്പാനിച്ചിച്ച എലിയാവിൻ്റെ കണ്ണുകളെ തുറക്കുമ്പോൾ 7000 കാലാൾപ്പടയെ അവൻ കണ്ടു. നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം ഈ വേദപുസ്തകത്തിലൂടെ എന്നിലേക്ക് നിന്നിലേക്ക് അത്ഭുതങ്ങൾ ചുരിയുന്ന ദൈവം അവനിപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ശിഷ്യന്മാർ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വ്യതിചലിച്ച് പഴയ പണിയായി മീൻപിടുത്തത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ ഗലീല കടലിൻ്റെ തീരത്ത് കർത്താവ് മഞ്ഞത്ത് കാത്തു നിന്നു. ഫ്രാൻസിസ് തോമസൺ പറഞ്ഞു, ഒരു കാലൊച്ചയായി, ഒരു ശബ്ദമായി, ദൈവമേ നീ എൻ്റെ പിറകെയുണ്ട്. വചനം പറഞ്ഞു, കണ്ണുകളുടെ 2ാമത്തെ പ്രത്യേകത വ്യാജത്തെ നോക്കാത്ത കണ്ണുകളായിരിക്കണം. ദൈവം എല്ലാം കാണുന്നുണ്ട്.
നടപ്പും കിടപ്പും ചിന്തയും പ്രവർത്തനവും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും. തെറ്റിപ്പോയെങ്കിൽ ഒരു വാക്ക്, ദൈവമേ തെറ്റിപ്പോയി. മുടിയൻ പുത്രൻ അപ്പനോട് പറഞ്ഞു, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ എനിക്കൊരു യോഗ്യതയില്ല. തെറ്റിപ്പോയെങ്കിൽ ഒരു വാക്ക് ദൈവത്തോട് നിലവിളിക്കാം, ഒരു തീരുമാനം എടുക്കാം. എൻ്റെ കണ്ണുകൾ കൊണ്ട് അരുതാത്ത് ദർശിക്കാതിരിപ്പാൻ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് പറഞ്ഞു, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാ ഞാൻ ചെയ്യണേ. ദൈവം കരുണയുള്ളവനാ. അവൻ്റെ സന്നിധിയിൽ ചെയ്തു പോയ തെറ്റുകളെ സമർപ്പിക്കാം. വീണ്ടും വചനം പറഞ്ഞു, കണ്ണുകളുടെ മൂന്നാമത്തെ പ്രത്യേകത കണ്ണുനീരൊഴുകുന്ന കണ്ണുകളായിരിക്കണം. ആലയത്തിലിരിക്കുമ്പോൾ മാന്യമായി വസ്ത്രം ധരിച്ച് ചുണ്ടിൽ പുഞ്ചിരിയൊക്കെ ഉള്ളപ്പോഴും അഗ്നിപർവ്വതം എരിയുന്ന ചില സങ്കടങ്ങൾ നിനക്കുണ്ടല്ലോ. ആരുമറിയാതെ നീ കരഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. അവൻ എല്ലാം കാണുന്ന ദൈവമാണ്. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരനെ പോലെ നിന്റെ സങ്കടങ്ങളെ, നിന്റെ വേദനകളെ, നിന്റെ ആവശ്യങ്ങളെ, നിന്റെ പ്രതിസന്ധികളെ, നിന്റെ ഞെരുക്കങ്ങളെ കണ്ണുനീരോടെ അവൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം. ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ, ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ, അങ്ങല്ലാതാരുമില്ലെനിക്ക് ആത്മനാഥ ഈ പാരിടത്തിൽ, അങ്ങല്ലാതാരുമില്ലെനിക്ക് ആത്മനാഥ ഈ പാരിടത്തിൽ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല രാത്രി സമയത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എക്യുമെനിക്കൽ കൺവെൻഷൻ്റെ ഭാഗമായി ഈ 3 നോമ്പിൻ്റെ ഈ രാത്രി രട്ടിലും വെണ്ണീരിലും ഇരുന്ന് രാജാവും പ്രജകളും ഒരുപോലെ പ്രാർത്ഥിച്ച, നിലവേ പട്ടണം ഒരുപോലെ നിലവിളിച്ച ഈ രാത്രി അടിയങ്ങളെ പൂർണ്ണമായി നിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ചെയ്തു പോയ തെറ്റുകളെ നീ ഓർക്കരുതേ, പാപങ്ങളെ പരിഗണിക്കരുതേ. ദൈവമേ, നിൻ്റെ കൃപയാൽ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ നിൻ്റെ തിരുരക്തത്താൽ അടിയങ്ങളെ കഴുകണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെയ്തു പോയ തെറ്റുകളെ നിൻ്റെ തങ്കച്ചോരയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ മനുഷ്യനായി, വ്യാജത്തെ നോക്കാത്ത മനുഷ്യനായി നീ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവമേ, ഹാഗാറിൻ്റെ കണ്ണുകളെ തുറന്ന ദൈവമേ, എലിയാവിൻ്റെ കണ്ണുകളെ തുറന്ന ദൈവമേ, ഈ രാത്രി നിൻ്റെ വചനം വായിക്കുവാൻ, നിൻ്റെ വചനം ധ്യാനിക്കാൻ, നിൻ്റെ വചനം ഹൃദയത്തിൻ്റെ മാംസപ്പലയിൽ ആലേഖനം ചെയ്യപ്പെട്ടവരായി വളർന്നു വരുവാൻ, നിൻ്റെ വചനത്തിൽ വ്യക്തമാക്കുന്ന അത്ഭുതങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ. നിൻ്റെ സന്നദ്ധിയിൽ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ സങ്കടപ്പെടുന്ന ചിലരുണ്ട്. മക്കളില്ലാത്തവർ, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാത്തവർ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ, കടബാധ്യതയിലായിരിക്കുന്നവർ, കുടുംബസമാധാനം നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് ആകുലപ്പെടുന്നവർ, കുഞ്ഞുങ്ങൾ പഠിക്കാത്തതിൻ്റെ സങ്കടത്തിലായിരിക്കുന്നവർ, ജീവിത പങ്കാളിയുള്ള ബന്ധത്തിൽ
ബന്ധങ്ങളുടെ കണ്ണികൾ വിട്ടുപോയവർ നീ കാണുന്നുണ്ട് കർത്താവേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നളിച്ചത് കർത്താവേ. ഞങ്ങളുടെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകാൻ, ഞങ്ങളുടെ സങ്കടത്തിൻ്റെയും ഞങ്ങളുടെ ഭാരത്തിൻ്റെയും ഞങ്ങളുടെ വേദനയുടെ മധ്യത്തിൽ നിന്റെ സന്നദ്ധിയിൽ മുഴങ്കാല് മടക്കി നിലവിളിപ്പാൻ കരുണയുള്ള ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എക്യുമെനിക്കൽ കൂട്ടായ്മയെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട റോണി അച്ഛനെ, മാത്യു അച്ഛനെ, ജോജി അച്ഛനെ, വർഗീസ് അച്ഛനെ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ശോഭയുള്ള പട്ടക്കാരായി ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽപ്പാൻ നീ ഞങ്ങളുടെ അഭിഷിക്തന്മാരെ സഹായിക്കണമേ. അവരുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ഇടവകളെ നീ ശക്തീകരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്താൽ ഞങ്ങൾ വൈദികരെ നയിക്കണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. പല ഇടവകയിൽ നിന്ന് ഒരു കൂട്ടമായി, ഒരു തൊഴുത്തായി കടന്നു വന്നിരിക്കുന്ന നിൻ്റെ ആടുകളെ നീ കാണുന്നുണ്ടല്ലോ. അവരിലേക്ക് നിൻ്റെ കൃപ വർഷിക്കണമേ. നിൻ്റെ തുളയ്ക്കപ്പെട്ട കരത്താൽ രോഗികളെ നീ സ്പർശിക്കണമേ. വേദനയോടെ കടന്നു വന്നവരെ, മനസ്സ് തകർന്നവരെ യോഹന്നാൻ ശാരിയന്മാരിലേക്ക് നീ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഇതിൻ്റെ പിറകിൽ ത്യാഗത്തോടുകൂടുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. ഇടവകയെ നീ കാത്ത് പരിരക്ഷിക്കണമേ. ഇതിൻ്റെ പ്രവർത്തകരെ നീ ശക്തീകരിക്കണമേ. നിൻ്റെ മക്കൾ മടങ്ങിപ്പോകുമ്പോൾ നിൻ്റെ വലിയ കൃപയാൽ നിറയ്ക്കണമേ. പ്രാർത്ഥനകളെ കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഈ മനോഹരമായ കൂട്ടായ്മയിൽ കടന്നു വന്നു അല്പസമയം ദൈവം അതിന് ചിന്തിപ്പാനിടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഏതാണ്ട് 1.25 മണിക്കൂർ എന്നെ നിങ്ങൾ സഹിക്കുകയായിരുന്നു, സത്യമാണ്. എന്നാലും വളരെ മനോഹരമായി 1.25 മണിക്കൂർ നിങ്ങളായിരുന്നു. ആരും ഉറങ്ങാതെ, കണ്ണട വെച്ചിരുന്ന് ഉറങ്ങിയാലും ഞാൻ കണ്ടുപിടിക്കുകയായിരുന്നു. ആരും ഉറങ്ങാതെ ശാന്തമായി വചനത്തോട് ചേർന്ന് നിങ്ങളായിരുന്നു. ഒരു വാക്യം മാത്രം അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു: കേട്ട വചനം നിങ്ങളെ ചതിക്കരുത്. അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരുക്കാനിടയാകണമേ. വല്ലപ്പോഴും എന്നെ ഓർത്താ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനും ഈ പ്രിയപ്പെട്ട സണ്ണിയങ്ങളും ഒക്കെയും കൂടിയാണ്. ദൈവമക്കളെ, വർഗീസ് അച്ഛനുമായിട്ടുള്ള വളരെ വർഷങ്ങളായുള്ള ആത്മബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ശമാസനായിരിക്കുമ്പോൾ മുതൽ, ഞാൻ അച്ഛനായിട്ട് 31 വർഷമായി. അപ്പോൾ ഞാൻ ശമാസനായിരിക്കുമ്പോൾ മുതലുള്ള ഒരു ആത്മബന്ധം ബഹുമാനപ്പെട്ട പടിഞ്ഞാറേക്കര അച്ഛനുമായിട്ടുണ്ട്. ജിജു സിറിയക്ക് എന്നാണ്, എനിക്ക് ആ പേരാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ വർഗീസ് പടിഞ്ഞാറേക്കര എന്നൊക്കെ പറയുമ്പോൾ വേറൊരു പേര് പോലെ ജിജു സിറിയക്ക് അച്ഛൻ ശമാസനായിരുന്നു. MTCയിൽ പഠിക്കാൻ വന്നു, തിയോളജിയോട് ചേർന്ന് നിന്നൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും. അപ്പോൾ അന്ന് മുതലുള്ള ഒരു ആത്മബന്ധത്തിലായിരിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെല്ലാവരും പ്രാർത്ഥനയോടെ സഹകരിച്ചു, അവരോട് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട സണ്ണിയങ്ങൾ എൻ്റെ കാര്യങ്ങളും ക്രമീകരണങ്ങളൊക്കെ ചെയ്തു, നന്ദിയോടെ ഓർക്കുന്നു. കടന്നു വന്ന നിങ്ങളോടെല്ലാവരോടും ഹൃദയത്തിൻ്റെ അകത്ത് നന്ദി പറയുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ, ആ ബന്ധത്തിലായിരിക്കാൻ ഇടയാക്കി പ്രത്യേകിച്ച് ഇടവകയെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും നന്ദിയോടെ കർത്തൃസരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ ഇതുവരെയും ശക്തീകരിച്ച ദൈവത്തിനോട് ചേർന്ന് ജീവിതത്തെ ഒരുക്കാൻ എന്നെയും നിങ്ങളെ പ്രാർത്ഥന വഹിക്കണമേ. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ.